ഹായ് ഫ്രണ്ട്സ്, UP വുഡ് ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു 10 ഉളിയും കൊണ്ട് ഉള്ള ഒരു വർക്കാണ് ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്, പക്ഷേ അത് നല്ല ഭംഗിയായിരിക്കും അത് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഡിസൈൻ നമ്മൾ തിരിച്ചും മറിച്ചും, അതായത് ആ ഡിസൈൻ തിരിച്ച് അതിൻ്റെ ഇങ്ങേ കോർണറിൽ നമ്മൾ തിരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കണ്ടോ, ഇങ്ങനെ തിരിച്ചും മറിച്ചും വെച്ചിട്ടാണ് ഈ ഡിസൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു 4 പലകയാണ് ഒരു ഡോറിന് വരുന്നത്. ആ 4 പലകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാനിത് ഒരു പലക ആണ് കാണിക്കുന്നത്. ഒരു പലക എങ്ങനെ നമുക്ക് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉളികളും കാര്യങ്ങളും ശ്രദ്ധിക്കുക. അത് അവസാനം ഞാൻ ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്.
ഹായ് ഫ്രണ്ട്സ്, നമ്മളൊരു 10 ഉളി വെച്ചിട്ടാണ് ഈ വർക്ക് ഇന്ന് പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ ഈ കീച്ചുളി, ഈ വി ആകൃതിയുള്ള ഈ കീച്ചുളി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഭാഗങ്ങൾ അടിച്ചെടുത്തു. ഫസ്റ്റിൽ നമ്മൾ ചെയ്തതാണ് ഈ കീച്ചുളി വെച്ചിട്ട് ഇതിൻ്റെ ഔട്ടറെല്ലാം ഇതുകൊണ്ട് അടിച്ചെടുത്തത്. രണ്ടാമത് നമ്മൾ ഈ പൂവിൻ്റെ ഈ ഉള്ളുവശമല്ല ഈ ഉളിയും കൊണ്ട് ഒരു പാത്തി ഉളിയാണിത്. നല്ല കുഴിവുള്ള ഒരു പാത്തി ഉളിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പൂവിൻ്റെ ഇവിടെ അടിച്ചു. പിന്നെ ഈ ഭാഗം, ഈ ചുരുളിൻ്റെ അകം ഇവിടെ കുത്തിയത് ഈ ഉളിയും കൊണ്ടാണ്. അതുപോലെ തന്നെ ഈ ഭാഗങ്ങൾ കുത്തിയെടുത്തതും ഈ ഉളിയും കൊണ്ടാണ്. അപ്പോൾ 2 ഉളിയായി. ഈ ഒരു ചെറിയ അകമ്പളവോട് കൂടിയ ഒരു പാത്തി ഉളിയാണ്. ഇതുകൊണ്ടാണ് നമ്മൾ ഈ ബോൾ അടിച്ചെടുത്തത്. ബോൾ കുത്തിയത് ഈ ഉളിയും കൊണ്ടാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഈ ഭാഗം, ഈ സൈഡ് കുത്തിയത് ഈ ഉളിയും കൊണ്ടാണ്. ഇതിൻ്റെ അകത്ത് ചെറുതായിട്ടൊരു വളവുള്ളൂ, കണ്ടോ? ചെറിയൊരു വളവുള്ളത്. നല്ല പാത്തിയല്ല, ചെറിയൊരു വളവ്. അപ്പോൾ അതുകൊണ്ട് കുത്തിക്കഴിയുമ്പം ഈ ഭാഗങ്ങളെല്ലാം ഇങ്ങനെ പക്കയായിട്ട് കിട്ടും. ഓക്കെ, പിന്നെ നമ്മളെടുത്തത് ഇതൊരു നല്ല പാത്തി ഉളിയാണ്. അത് ഏകദേശം ഒരു 1.5 ഇഞ്ചോളം വലിപ്പമുള്ള നല്ലൊരു പാത്തി ഉളിയാണ്. ഇതാണ് നമ്മൾ ഇതിൻ്റെ കുഴിവുകളെല്ലാം കുഴിച്ചെടുത്തത് ഈ ഒരു ഉളിയും കൊണ്ടാണ്. ഇവിടെ എല്ലാം അടിച്ചത് ഈ ഒരു ഉളിയും കൊണ്ടാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു ബോളിൻ്റെ മുകൾ വശം കുത്തിയത് ഇതുകൊണ്ടാണ്. ഈ ഒരു ഭാഗം കൊണ്ടാണ് നമ്മളിതിൻ്റെ മുകൾ വശം കുത്തിയത്. ഓക്കെ, പിന്നെ ഈ ഒരു വളവെടുത്തതും നമ്മൾ ഇതുപോലെ തന്നെ ഒരു പാത്തി ഉളിയാണിതും. ഇതൊരു 1.25 1.5 ഒക്കെ അടുത്തുള്ളൊരു ഉളിയാണത്. 1.25 ഇഞ്ചോളം വരും പാത്തി ഉളിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം കുത്തിയത്. പിന്നെ ഈ ഒരു ചെറുതായിട്ട് കുത്തിയത് ഇതും ഒരു 1.5 ഇഞ്ചുള്ളൊരു പാത്തി. ഇതൊക്കെ ചെറിയ വളവുള്ളൂ, കണ്ടോ? ചെറുതായിട്ടൊരു വളവുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഇതിനൊരു മറിവ് കിട്ടും. ഇങ്ങനെ ഒരു മറിവ് കിട്ടാനായിട്ട് ഇത്തിരി ഉളിയും കൊണ്ട് കുത്തിയാൽ മതി. ഓക്കെ, പിന്നെ നമ്മൾ നമ്മുടെ കീച്ചുളി വെച്ചിട്ട് ഈ വരയെല്ലാം ഇട്ട്, ഈ വര ഇടുമ്പോഴാണ് ഈ ഒരു വർക്കിന് ഭംഗി കിട്ടുന്നത്. അപ്പോൾ ഈ കീച്ചുളി വർക്ക് എപ്പോഴും നമ്മൾ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ നല്ല ഈ പൂവുകൾക്കൊക്കെ ഒരു നല്ല എഫക്റ്റ് കിട്ടും. അപ്പം ഈ ഒരു കീച്ചുളിയാണ് അതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ചുരുൾ കുത്താനായിട്ട് ഈ വീതിയുള്ള ഉളി, ചുരുൾ കുത്താനായിട്ട് അത് നിങ്ങൾക്കറിയാമല്ലോ. ഇത്രയാണ് നമ്മളങ്ങനെ ഈ ഒരു 10 ഉളികളാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. ഓക്കെ, നമുക്ക് ഈ 10 ഉളികളുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു വർക്ക് നമുക്ക് തീർക്കാൻ പറ്റും. ഉളി ഇതുപോലെ കേട്ടോ, ഒരു 10 20 25 ഉളിയെങ്കിലും വേണം നല്ല വർക്കുകളൊക്കെ ചെയ്യാൻ.